മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് ഈ മുസ്ലിം പാർട്ടികളെ കുറിച്ചിട്ട് ടോം സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒന്നാമത് മലപ്പുറം ജില്ലയിലുള്ള ഇസ്ലാം മതം വിട്ട ആൾക്കാരോട് ചോദിക്കണമായിരിക്കും നല്ലത്. കാരണം ഞാൻ പറയാം, എന്റെ വെല്ലിപ്പാട് അനിയനാണ് എന്റെ നാട്ടില് മുസ്ലിം ലീഗ് തുടങ്ങിയത്, സ്ഥാപകൻ എന്ന് പറഞ്ഞ ആള്. അങ്ങനെയൊക്കെ മരിച്ചുപോയിട്ട് കുറെ കാലമായി. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ ആ ഒരു ഫാമിലി എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കിതിനെ കുറിച്ചിട്ട് ഇതെന്താണ് സാധനം എന്നുള്ളതിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പറഞ്ഞ തീവ്രവാദ പാർട്ടിയാ. അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? പിന്നെ ടോം സാർ പറഞ്ഞ സംഭവം, മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസത്തിനൊന്നും മുസ്ലിം ലീഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാനത് വേണമെങ്കിൽ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാം. ടോം സാറിനെ പോലുള്ള ആൾക്കാർ ഇത് പറയരുത്. കാരണം നിങ്ങൾ ഏറെക്കുറെയൊക്കെ ഡാറ്റ വെച്ചിട്ടും അതുപോലെ തന്നെ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ മുസ്ലിം ലീഗ് ടോം സാറിനോട് ഒരൊറ്റ ചോദ്യമുള്ളത്, അത് യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ഇന്ത്യനെ വിഘടിപ്പിച്ച അന്നത്തെ മുസ്ലിം ലീഗ് തീവ്രവാദ ആശയമുള്ളവരാണോ, അതോ അവര് ഈ പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു സാമുദായിക പാർട്ടി മാത്രമാണോ? ഒരു രാജ്യത്തിന് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിനെ അതിനെ മൂന്നാക്കി മുറിച്ച ഇവര് തീവ്രവാദികളാണോ അല്ലയോ? ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ടോം സാറേ. അത് തീവ്രവാദം തന്നെയാണ്. പക്ഷെ അവിടുന്ന് അവര് കുറച്ചുകൂടെ ജനാധിപത്യത്തിലേക്ക് ചെറുതായിട്ടെങ്കിലും അവര് സംക്രമിക്കുന്നതായിട്ട് അത് നമുക്ക് തോന്നലുണ്ടായിരുന്നു അതാണ് പല അതാണ് സ്ഥലങ്ങളിലും. അത് ടോം സാർ ഞാൻ പറയാം, ഇത് തെറ്റിദ്ധാരണയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവര് ജനാധിപത്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മുസ്ലിം ലീഗ്. ഈ വിഭജനം വേണമെന്ന് പറഞ്ഞ 1930-കളിലാണ്. പിന്നെ 45, 46, 47 സമയങ്ങളിലൊക്കെ അവര് ആക്രമിച്ച് ചോരപ്പുഴ ഒഴുക്കിയിട്ട് ഇവര് നിർബന്ധിതരാക്കണം എന്നാ പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല, അത്രമാത്രം ഇൻസെക്യൂർ ആണ് ഈ രാജ്യം. അവരുടെ എന്താ പറയാ, ഈ പറഞ്ഞ ഇത് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറയണത്, ഇവര് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഇവര് കൈയടച്ച് പാസ്സാക്കിയിട്ട് ഒരു പിരിവ് കണ്ടായിരുന്നു ടോം സാർ. അതായത് ഇവര് ഡൽഹിയിൽ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്, ഇവര് ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ പേര് ഇസ്മായിൽ നട്ടിട്ടുള്ളത്. ഈ ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളാരാന്നറിയോ? ഈ മുസ്ലിം ലീഗിന്റെ ഇന്ത്യ വിഭജനം ഈ സൗത്ത് ഇന്ത്യയിൽ നടപ്പാക്കിയ നേതാവാണ് ഈ ഇസ്മായിൽ. ഇയാളൊക്കെ വിഭജനത്തിന്റെ ശേഷവും ഇയാള് അത്ര കാലം വരെ പാകിസ്ഥാൻ വേണം വേണം എന്ന് പറഞ്ഞ അയാൾ എന്തുകൊണ്ട് ഇന്ത്യ വിട്ടുപോയില്ല? അതേപോലെ തന്നെ എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ വേണം വേണം എന്ന് പറഞ്ഞ ഈ തങ്ങൾ കുടുംബക്കാരും ഈ കോയമാരും ഈ റാവുത്തർമാരും, ഈ മുസ്ലിം ലീഗിന്റെ വേറൊരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അപ്പർ ഹൈറാർക്കിയിലുള്ള ആൾക്കാര്, അതിന്റെ ടോപ്പ് ബ്യൂറോക്രസിയിൽ അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് ഹൈറാർക്കിയിലുള്ള ആൾക്കാര് കംപ്ലീറ്റ് ഈ പറഞ്ഞ അരിസ്ട്രോക്രാറ്റിക് ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അതിപ്പോ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ആരാണെങ്കിലും ഒക്കെ പൈസക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഈ മതം പറഞ്ഞിട്ട്, മതം ഇവർ ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ടൂളാണ് മതം എല്ലാവർക്കും. അങ്ങനെ ഇവരൊരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്നും അതന്നെ ചെയ്തത് ഇവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഈ പറഞ്ഞ തീവ്രവാദികൾ എല്ലാവരെയും വളർത്തി. ഈ പറഞ്ഞ ഈ ഇസ്മായിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാർ, ഈ മുഹമ്മദ് അലി ജിന്ന ആണെങ്കിലും ലിയാഖത്ത് അലി ആണെങ്കിലും എല്ലാ ആൾക്കാരും ഇതിനെ വളർത്തി ഇവിടെ വിഭജനം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഈ റാവുത്തർമാരും അതുപോലെ കോയമാര് തങ്ങൾമാർ ഇവരൊന്നും എന്തുകൊണ്ട് അവിടെ പോയില്ല? കാരണം അവരുടെ ഏക്കർ കണക്കിനുള്ള ഭൂമി, അവരുടെ സ്വത്തുക്കളൊക്കെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവർ മുഹാജിരിങ്ങളാണ്. അതായത് അവിടെ എന്താ പറയാ, അഭയാർത്ഥികളാണ് അവർ പാകിസ്ഥാനിൽ. അവർ താൽക്കാലികമായിട്ട് ടെന്റുകളിലൊക്കെ കാലാകാലം താമസിക്കേണ്ടി വരും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് അവിടെ സ്ഥലമൊന്നും കിട്ടാൻ പോണില്ല. പിന്നീട് അവരെ അവിടെ പോയിട്ട് പൂജ്യം മുതൽ തുടങ്ങേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് ഇവർ ഇവിടെ തന്നെ നിന്നിട്ട് എന്താ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്, ഞങ്ങൾ ഇന്ത്യനെ ഞങ്ങളുടെ ഈ മണ്ണിനെ സ്നേഹിക്കുന്നു. വെറും തള്ളാണ്. ആ ആ മറ്റേ വിഭജനത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഈ ഇസ്മായിലിന്റെ പേരിലുള്ള ഈ ഒരു കെട്ടിടമാണ് ഇവർ ഡൽഹിയിൽ പണിതിട്ടുള്ളത്. എന്തോ ഒരു പേരുണ്ട്, ഈ CH എന്തോ പോലെ ഇസ്മായിൽ എന്തോ ഒരു സംഭവം, ഞാൻ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് നോക്കാം, ഈ നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ തപ്പി നോക്കാം. അയാളെ പേരിട്ടിട്ട് ഈ പാകിസ്ഥാന്റെ കൊടി പോലെ തന്നെ ഒരു കൊടിയുള്ള ഒരു പ്രാദേശിക പാർട്ടിനെ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. അത് ഈ ഒരു സംഘടന മാത്രമേ ഉള്ളൂ. അതും നമ്മുടെ ഡൽഹിയിൽ വെച്ചിട്ട് ഇവന്മാര് കോടിക്കണക്കിന് ഉറുപ്പ്യയുടെ എന്താ പറയാ പൈസയും പിരിവിട്ടിട്ട് ഈ ഒരു സംഭവം തുടങ്ങി. ഒന്നത്. പിന്നെ ഇവർ ഈ തങ്ങൾമാർ, ഈ പാണക്കാടുള്ള ഈ എന്താ പറയാ, ഞാൻ പറയണില്ല, തെറി പറയണില്ല, ഇവന്മാര് ഒരു നാവ് കൊണ്ട് പറയും ഈ ഇവിടെ മറ്റേ ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണ്, ഫാസിസം ആണെന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് ഈ ഹാഗിയ സോഫിയ, കോൺസ്റ്റാന്റിൻ എന്ന് പറഞ്ഞ ചക്രവർത്തി ഉണ്ടാക്കിയ ക്രിസ്ത്യാനികളുടെ പള്ളി പിടിച്ചിട്ട് മസ്ജിദ് ആക്കിയപ്പോ ഇവര് അത് മഹത്തായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജെറുസലേമിലുള്ള ഡോം ഓഫ് റോക്ക് എന്ന് പറഞ്ഞ
ഈ ജൂതന്മാരുടെ പൈതൃകമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ഇരട്ടത്താപ്പും ഈ തീവ്രവാദികളെ വെച്ച് വാഴ്ത്തുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ. പിന്നെ ടോം സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടുകാർ. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ SDP എന്നാ രൂപീകരിച്ചത്. ഈ SDP രൂപീകരിക്കുന്നതിന്റെ മുന്നേ പോപ്പുലർ ഫ്രണ്ടുകാർ ആർക്കാണ് വോട്ട് ചെയ്തിരുന്നത്? ഞങ്ങളെ നാട്ടിലൊക്കെ എന്റെ വീടിന്റെ തൊട്ടടുത്തുനിന്ന് ഇവര് പ്രസംഗിച്ചിരുന്ന എന്താണെന്നറിയോ? പോപ്പുലർ ഫ്രണ്ടുകാർ ഞങ്ങളവിടെ TK ഹംസയാണ് ആ സമയത്താണ്. TK ഹംസ CPM വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യരുത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവർ ആരെ വോട്ട് ചെയ്യാൻ പറയണെന്ന് അറിയോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ തറവാട് മുസ്ലിം ലീഗാണെന്നാ പറഞ്ഞത്. നമ്മളുടെ സത്യമാണ്, അവരുടെ തറവാട് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗാണ്. 1906 ഈ സാധനം രൂപീകരിച്ചത് മുതലാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ വിഭജന, എന്താ പറയാ, ഈ വിഭജന രാഷ്ട്രീയം അല്ലെങ്കിൽ മതരാഷ്ട്രീയം കൊണ്ടുവന്നത്. അപ്പൊ ഈ തീവ്രവാദത്തിനെ വളർത്തുന്ന ആൾക്കാരെ അല്ലെങ്കിൽ തീവ്രവാദം ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമ്മൾ തീവ്രവാദികൾ എന്നല്ലാണ്ട് എന്ത് വിളിക്കാൻ പറ്റും? ഈ SDP രൂപീകരിക്കുന്നത് വരെ പോപ്പുലർ ഫ്രണ്ടിനെ മുസ്ലിം ലീഗർ കുറ്റം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഒരു രേഖ കൊണ്ടുതരാൻ പറ്റുമോ? ഒരിക്കലും അവർ കുറ്റം പറഞ്ഞിട്ടില്ല. അതിന്റെ ശേഷം ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മനസ്സിലായി ഇവരെ രാഷ്ട്രീയ പരിപാടികളൊന്നും നടക്കണില്ല. കാരണം മുസ്ലിം ലീഗ് ഒരു പ്രാദേശിക പാർട്ടി ആയിട്ട് നിൽക്കുകയാണ്, അവർക്ക് കുറച്ചുകൂടി ഓൾ ഇന്ത്യ ലെവലിൽ വളരണം എന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോഴാണ് ഇവരെന്തായത് SDP എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചത്. അന്നേരം മുസ്ലിം ലീഗുകാർ അതിനെ എതിർത്തു. അവര് ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടീന്റെ കാലിന്റെ ഇടയിൽ കിടന്നിട്ട് കളിച്ചാൽ മതി എന്നുള്ള ഒരു ആശയക്കാരാണ് ഈ മുസ്ലിം ലീഗുകാർ മലബാറിലുള്ള. അപ്പൊ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് വോട്ടിന്റെ സ്പ്ലിറ്റ് വന്നപ്പോഴാണ് ഇവര് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും വെറും പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോഴും മുസ്ലിം ലീഗ് അവരെ എതിർക്കാൻ പോണില്ല. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിലുള്ള ആൾക്കാരെ നിരോധിച്ച സമയത്ത് എന്താണ് ഈ പറഞ്ഞ KM ഷാജി, മറ്റേ ഷാജി, മുനീറും മറ്റവരൊക്കെ എന്താ പറഞ്ഞത്? ഒരിക്കലും അവരെ വേട്ടയാടാൻ സമ്മതിക്കൂല, ഞങ്ങളുടെ ഈ മുസ്ലിം ലീഗിന്റെ വാതിൽ ഓപ്പൺ ആണെന്ന്, അവർക്ക് എപ്പോ വേണേലും കയറി വരാം. ഇതിന്റെ കറുത്ത എന്താണ് ടോം സാർ? ഇവരെ എന്താ ചെയ്തിട്ടുള്ളത്? ഈ മലബാറിൽ ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം മെജോറിറ്റിയിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരാളാണ് ഞാൻ. അവിടെ ആദ്യമായിട്ട് സ്കൂളുകൾ കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറികളാണ്. ഞങ്ങളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ക്രിസ്ത്യൻസ് അവിടെ വരുന്നത് പ്ലാന്റേഷൻ റബ്ബർ ചെത്തണ പരിപാടിക്കും അതിന്റെ ഒപ്പം തന്നെ അവർ അവിടെ ഒരു ചെറിയൊരു കുരിശുപള്ളി വെക്കും, ഒരു സ്കൂൾ പണിയും. ആ സ്കൂളിലായിരുന്നു ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഒക്കെ ആദ്യകാലങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലെ തന്നെ മിഷൻ ഹോസ്പിറ്റലുകൾ, അത്തരത്തില് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നത് ഈ ക്രിസ്ത്യൻ മിഷണറികളാണ്. കാരണം ഞങ്ങളെ ഭാഗത്ത് ഈ തിരുവിതാംകൂറിന്റെ പോലെ മഹാരാജാക്കന്മാർ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ബ്രിട്ടീഷുകാർ പണ്ട് ഈ ടിപ്പു അവിടെ ആക്രമിച്ചത് കൊണ്ട് അവരുടെ കീഴിലായി പോയി. ബ്രിട്ടീഷുകാരെ ഡയറക്റ്റ് റൂളിംഗ് ആയിരുന്നു, തിരുവിതാംകൂറിന്റെ പോലെയല്ല. അപ്പൊ അത്തരം സ്കൂൾ ഫെസിലിറ്റീസ് ഒക്കെ മിഷണറികളാണ് അവിടെ കൊടുത്തിരുന്നത്. പിന്നീട് ഈ ഗൾഫിന്റെ മണി, അതായത് പൈസ കുത്തൊഴുക്ക് വന്നപ്പോ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കച്ചവടം, ഈ വിദ്യാഭ്യാസം കച്ചവടമാക്കിയപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കണ്ട മുസ്ലിം ലീഗുകാരൊക്കെ മറ്റേ ഈ ഷെഡും എല്ലാത്തിനും അവർ എന്ത് അഫിലിയേഷൻ നൽകാൻ തുടങ്ങി. അവരുടെ ബിൽഡിങ്ങിന്റെ മേലുള്ള കെട്ടിടത്തിനൊക്കെ അഫിലിയേഷൻ, കോളേജ് അഫിലിയേഷൻ എന്ന് കൊടുക്കാൻ തുടങ്ങി. അതിനെന്താ വെച്ചാൽ അത് പൈസക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് മുസ്ലിങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനല്ല. ഈ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഹിജാബ് തന്നെ വേണമെന്നൊക്കെ പറയണത്? ഇവർക്ക് ഇവരെ ഐഡന്റിറ്റി കാരണം മതമാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1906 മുതൽ ഉണ്ടാക്കിയത് ഇന്ന് വരെ അത് തീവ്രവാദ പാർട്ടി തന്നെയാണ്. ഇതിന് കേരളത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കർണാടകയിലുള്ള അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലുള്ള, മഹാരാഷ്ട്രയിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ബീഹാറിലുള്ള, രാജസ്ഥാനിൽ, ഇവിടെയുള്ള എല്ലാം ഈ ഹിന്ദു അല്ലെങ്കിൽ ഇതര മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ ഈ കൊടി കണ്ടാൽ തന്നെ ഈ കൊടിമ കാറി തുപ്പും. കാരണം ഇന്ത്യനെ വിഭജിച്ച അതേപോലുള്ള കൊടി കണ്ടു കഴിഞ്ഞാൽ ആരാ കാറി തുപ്പാത്തത്? അതിനെ പറയണത് അവര് തീവ്രവാദികൾ എന്ന് തന്നെയാണ്. ഇനിയും ഇന്ത്യനെ വിഭജിക്കാൻ നോക്കുന്ന ആൾക്കാരാ ഇവരെ. നമ്മൾ എന്തിനാ മടിക്കണത് തീവ്രവാദികൾ എന്ന് പറയാന്? ഇവരൊരു സ്വഭാവമുണ്ട് നിങ്ങൾക്കറിയാം. അതായത് ഇവർ തീവ്രവാദികൾക്ക് കഞ്ഞിയും വെച്ചു കൊടുക്കും, ഇവർ നൈസായിട്ട് അതിന്റെ ഇടയിലൂടെ പൈസ ഉണ്ടാക്കും, എല്ലാം ഇവർ ചെയ്യും. ഇവർ തീവ്രവാദികളെ വളർത്തുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഈ തീവ്രവാദികളെ വളർത്തുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ഇപ്പൊ ഈ മറ്റേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് ഈ അജ്മൽ കസബ് എന്ന് പറഞ്ഞ തീവ്രവാദിയുണ്ട്. അവനെ വളർത്തിയ ആളെ നമ്മൾ എന്താ പറയാ, മതേതരവാദി എന്ന് പറയാൻ പറ്റും? അതാണ്, അത്രേ ഉള്ളൂ ഈ മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗിനെ 100% തീവ്രവാദം, അല്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഈ മതം തന്നെ അവർക്ക് അല്ലെങ്കിൽ ഇവർ ഈ സംഘടന വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അവർ ആ മതം വിട്ടു പോകേണ്ടി വരും. ടോം സാർ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കായിട്ട് ഞാൻ പറയട്ടെ, ഈ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും വലിയ വിഷങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ. പോപ്പുലർ ഫ്രണ്ടിനേക്കാളും വലിയ വിഷങ്ങൾ. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയും മറ്റേ ഹിന്ദു സമുദായത്തിന്റെ ഹോട്ടലിൽ പോലും കയറാത്ത ആൾക്കാർ. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗിലുള്ള MSFലുള്ള പിള്ളേര് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവര്
മറ്റേ ഹോസ്റ്റലുകളൊക്കെ മുസ്ലിങ്ങൾ മാത്രമേ ഷെയർ ചെയ്യൂ. അപ്പോൾ ഇതുപോലെ ഞങ്ങളെ കൂട്ടുകാരൊക്കെ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൂട്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങളോട് സ്വകാര്യമായിട്ട് പറയും അവരെ കൊണ്ടുവരരുത്, ഞങ്ങൾ ഇവിടെ നിസ്കരിക്കണമെന്നൊക്കെ. ഇത്ര വലിയ തീവ്രവാദികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വേറെ വല്ല പാർട്ടിയിലൊന്നും കണ്ടിട്ടില്ല. ഈ കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാർ, അല്ലെങ്കിൽ കണ്ണൂർ സിറ്റി, ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ണൂർ സിറ്റി എന്നൊക്കെ പറഞ്ഞ തടിയന്റെ ഇവിടെ നസീറിന്റെ ഒക്കെ സ്ഥലം. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് മുസ്ലിം ലീഗ് എന്താന്ന് നോക്ക് ടോം സാറേ. അത് തികച്ചും തീവ്രവാദ പാർട്ടിയാണ്. അവരിങ്ങനെ ജനാധിപത്യം എന്നുള്ള ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെയിന്റ് അടിച്ച് കാണിക്കുകയാണ്. അവരാണ് ഇന്നത്തെ ഈ സമദാനി അല്ലെങ്കിൽ ഈ ജലീല്, ഇത്തരം വർഗീയ തീവ്രവാദ വിഷങ്ങളെ കംപ്ലീറ്റ് കേരളത്തിൽ വളർത്തിയതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ ഇവരാണ്. ഇവര് കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിനെ ഒന്നും ആക്കിയിട്ടില്ല. എനിക്ക് അത്രേ പറയുള്ളൂ. അത് നിങ്ങൾ ഒന്നും കൂടെ സമൂഹത്തിൽ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ടോം സാർ ഒന്ന് നോക്കണം.